കൂട്ടുകാരെ, ഒരു കുട്ടി കഥ കേട്ടാലോ? കഥയുടെ പേര് വഴി സ്വയം കണ്ടെത്തണം. ആശ്രമ പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു ശിഷ്യൻ ദീർഘദൂര യാത്രയ്ക്കിറങ്ങി. കാൽനട യാത്രയാണ് അയാൾ തിരഞ്ഞെടുത്ത മാർഗം. നടന്ന് നടന്ന് ശിഷ്യൻ വിശാലമായ ഒരു നദിയുടെ തീരത്തെത്തി. എങ്ങനെ അക്കരെ എത്തുമെന്ന് അയാൾ കുറേ നേരം ആലോചിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വയോധികൻ മറുകരയെത്തി. ശിഷ്യൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, "ഞാൻ എങ്ങനെ അക്കരെ എത്തും?" വയോധികൻ മറുപടി നൽകി, "നിങ്ങൾ അക്കരെയാണ് ഇപ്പോൾ നിൽക്കുന്നത്." സത്യത്തിൽ ശിഷ്യൻ അക്കരെയാണോ നിൽക്കുന്നത്? അല്ലേ അല്ല. വയോധികന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശിഷ്യൻ അക്കരെയാണ്. എന്നാൽ ശിഷ്യൻ ഇപ്പോഴും ഇക്കരെ തന്നെ. അപ്പുറത്തെത്തിയിട്ടോ അപ്പുറത്തുള്ളവർ സഹായിച്ചിട്ടോ ഇപ്പുറത്തുള്ളവർക്ക് ജീവിക്കാനാകില്ല. സ്വയം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സ്വയം തരണം ചെയ്യുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ പോംവഴി. അപരന് പരിമിതികളുണ്ട്. അവർക്ക് മുന്നനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. അറിവുണ്ടെങ്കിലും വഴി നടത്താൻ അറിയണമെന്നില്ല. അതുകൊണ്ട് സ്വയമേ വഴി തിരഞ്ഞെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. താങ്ക് യു.